രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിന്റെ വിവരം സ്പീക്കറെ അറിയിക്കാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ സ്പീക്കറുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകും. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് നീക്കം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്, അടുത്ത മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ, എത്തിയാൽ പ്രതിഷേധമുണ്ടാകുമോ, അതിനൊക്കെ അപ്പുറത്തേക്ക് ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹം നിയമസഭയിൽ എത്തിയാൽ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സംസാരം നടത്തുകയും അത് വലിയ വിമർശനമാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എടുക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാണെന്നുള്ള വിവരം അത് സ്പീക്കറെ അറിയിക്കാനാണ്. ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ സ്പീക്കറുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകും. മാത്രവുമല്ല, നിലവിലെടുത്തിരിക്കുന്ന കേസിന്റെ FIR വിവരങ്ങളും മറ്റ് റിപ്പോർട്ടുകളും ഈ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും സ്പീക്കറെ ധരിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് അതൊരു സ്വാഭാവിക നടപടിയാണ്. പക്ഷേ എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നീക്കം അത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അവർക്ക് കേസ് ബലപ്പെടുത്താനുള്ള ഒരു നീക്കമായി കണക്കാക്കാം. അല്പസമയം മുൻപാണ് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ലൈംഗികാരോപണ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ, അതായത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഈ ശബ്ദരേഖ പുറത്തു വന്ന ആളെ കണ്ടെത്താൻ, ആളെ തിരിച്ചറിയാൻ, ആളുടെ വിവരം ശേഖരിക്കാൻ ഈ മാധ്യമപ്രവർത്തകരിൽ ചിലർക്ക് നോട്ടീസ് നൽകി അവരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. അങ്ങനെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടക്കുകയാണ്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിന്റെ വിവരം സ്പീക്കറെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്.